ഇതേ ഇതൊക്കെ മോളിയൊക്കെ പുള്ളിയുടെ ഒരു ഇതാണ് കളിയാണ്. അല്ല നമ്മളെ കളിയല്ല, പുള്ളിയാണ് തീരുമാനിക്കുന്നത്, പുള്ളിയാണ് കളിപ്പിക്കുന്നത്. ചേട്ടനോട് പറഞ്ഞു ദൈവം നീ നോക്കിക്കോടാ ആ പെണ്ണിനെ, എനിക്കിത് നോക്കാൻ വയ്യ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാഗതം. കൈ കാണിച്ചേ. കൈ വെട്ടി മുറിച്ചിട്ട് വന്നിരിക്കുക. പുല്ല് വെട്ടാൻ പോയി കൈയൊക്കെ മുറിച്ചതേ വന്നിരിക്കുന്നു. പുല്ല് വെട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം ആടിനിടാൻ വേണ്ടിട്ട് ഇങ്ങനെ വെട്ടിയതാ, കൈക്കിട്ട് കയറി വെട്ടി. എന്നാ ചോരയായിരുന്നു അറിയാവോ, തുടച്ചു കഴിഞ്ഞപ്പോ കോട്ടൺ നിറച്ച ചോര. ഡൈയൊക്കെ തേച്ച് വെച്ചോണ്ടിരിക്കുക, കഴുകി കളഞ്ഞിട്ട് ഇതിനകത്ത് ശരിക്കും ഇതിലൊക്കെ പറ്റിയിരിക്കും. ഞാൻ നോക്കൂല, ഇനി എന്റെ കയ്യിലൊക്കെ കരി വരാൻ വേണ്ടി. ഇവിടെ ഇരിക്കണ ഇവിടെ. അത് ഇനിയിപ്പോ തൂക്കണ്ട, അത് കഴുകുമ്പോ പൊക്കോളും, നോ പ്രോബ്ലം. ഇപ്പൊ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാലോ എന്ന് ഓർത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. ആൻസ് കിടന്ന് ഉറങ്ങി. ഞാനിവിടെ വൈകുന്നേരം കോളേജ് വിട്ട് വരുമ്പോ ചേട്ടന് ഇവിടെ എങ്ങും ഇല്ല, വണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് കറങ്ങിയൊക്കെ നോക്കിയപ്പോ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ബൂട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നി ഒന്നുമില്ല ബൂട്ടിട്ട് അതിനകത്ത് കാണും, അല്ലെങ്കിൽ പുല്ല് വെട്ടാൻ പോകും. ബൂട്ട്സ് ഇട്ടോണ്ട് ഈ രണ്ടിടത്തേ പോകുള്ളൂ. ഇപ്പൊ പുല്ല് വെട്ടാൻ പോയിന്ന് മനസ്സിലായി. ഞാൻ നേരെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ചായ ഇട്ടോണ്ടിരുന്നപ്പോ അവിടെ നിന്ന് സംസാരിക്കട്ട് ആടിനോടും കോഴിനോടൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുക. ഞാൻ നേരെ പറഞ്ഞു. അന്നേരം ഞാൻ കാണുന്നത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പാഞ്ഞു വന്നേക്കും, എന്നെ കൈ മുറിഞ്ഞു പറഞ്ഞോണ്ട്. എന്നിട്ട് കൈ മുറിഞ്ഞിട്ട് രണ്ടാമത്തെ ആ കോട്ടം മൊത്തം നനഞ്ഞു. ആടത്തെ മുറിഞ്ഞോ, തൊലി പൊട്ടിയാളെന്നാ ചേട്ടൻ എന്നോട് പറഞ്ഞ. പണ്ട് എന്റെ ഒന്ന് മുറിഞ്ഞ് ഇവിടെ അസ്ഥി കണ്ടതാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചായ ഇട്ടായിരുന്നു, എനിക്ക് തന്നായിരുന്നു. നമ്മളിവിടെ ഇരുന്ന് ബ്രെഡ് തിന്നത് ഓർക്കണുണ്ടോ? ചായ അല്ല, ഞാൻ ബ്രെഡ് കഴിച്ചോ? എന്നെ ഓർമ്മയൊന്നുമില്ല. ശരിയാ, കൊച്ചു കൊന്നല്ലേ. രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ടാൾക്കാരിരിക്കുന്നു. ഞാൻ വളർന്ന സാഹചര്യം, ചേട്ടൻ വളർന്ന സാഹചര്യം ഒക്കെ രണ്ടല്ലേ? രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ടുപേരല്ലേ നമ്മള്. ചേട്ടൻ ചാട്ടുവാറിന് അടിയും കൊണ്ടുപോകണം, ഞാൻ പൊന്നപ്പത്തലിന് അടിയും കൊണ്ടുപോകണം. ഞാനും വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ തത്തില്ല ക്വാളിറ്റി ആ വഴക്ക് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. ആരുടെ അടുത്ത് നമ്മള് മുട്ട് മറക്കേണ്ട കാര്യമില്ല, ഏത് പണിയും നമ്മൾ ചെയ്തിരിക്കും. അതാണ് ഈ ചിലർക്ക് തത്തിലുണ്ട്, ഈ പോടാന്ന് പറഞ്ഞ രക്ഷപ്പെടാന്ന് പറഞ്ഞ തത്തിലുണ്ട് കാരണന്മാരെ. ആ തത്തിലുണ്ട്. മുടിയൊക്കെ ഉണങ്ങി കിട്ടിട്ടോ. അതിനുശേഷം പിന്നെ ചേട്ടൻ വന്ന് കൈ മുറിഞ്ഞോണ്ട് ചേട്ടൻ കൈയും കെട്ടി പിന്നെ ചായ കുടിച്ച വഴി ചേട്ടൻ പോയി കിടന്നു. ചേട്ടൻ കിടക്കണണ്ടപ്പോ എനിക്ക് കൊതിയായി കിടക്കാൻ, ഞാനും കയറി കിടന്നു. ഞാനും കിടക്കണോണ്ട് അവന് കൊതിയായി കിടക്കാൻ. ചേട്ടൻ ആദ്യം എണീറ്റു, ഞാൻ അത് കഴിഞ്ഞപ്പോ എണീറ്റു. പൂച്ചക്കുഞ്ഞും കയറി കിടന്നു. എല്ലാരും നേരത്തെ പിടിച്ച് കിടന്നിപ്പം. അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണം, താമസിച്ച് ഫുഡ് കഴിക്കണോണ്ട് വയറും ചാടി വണ്ണം വെച്ച ഒരുമാതിരി ആവും, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണം. എനിക്ക് വണ്ണം വെക്കണ്ട, ഞാൻ നേരത്തെ ഫുഡ് കഴിക്കണം. എനിക്ക് മറ്റേ എന്നും 11 മണിക്കൊക്കെ കഴിക്കണോണ്ടേ ശരിയാവണില്ല. നമ്മള് ഒരിടയ്ക്ക് ഒത്തിരി ഫുഡ് ഹോട്ടൽ ഫുഡ് കഴിക്കണ്ടായിരുന്നു. ആ ഫുഡിന്റെ ഉണ്ട് നമുക്ക് ഒത്തിരി ഇല്ലാന്നല്ല, നമ്മൾ തമാശ പറഞ്ഞ അല്ല. ഞാൻ പറട്ടെ, നമ്മള് എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുമ്പോ നമ്മള് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മള് പോകാൻ വഴിക്ക് ഫുഡ് മേടിച്ചിട്ട് പോകും.
അങ്ങനെ വരുമ്പോൾ അന്നേരമാണ് പിറ്റേ ദിവസം രാവിലത്തേക്ക് മേടിക്കും. അപ്പൊ 2 നേരം ആയില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫുഡിന്റെ ഈ ഇത് വരുന്നത് സംഗതി നമുക്ക് ഇപ്പൊ എങ്ങോട്ടേക്ക് പോയിട്ട് വരുമ്പോ പിന്നെ ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മേടിക്കും. അങ്ങനെ കുറെ എന്നാണ് ഞാൻ ചുരുക്കാൻ തീരുമാനിച്ചു. രാവിലെ ഞാൻ ബ്രെഡാ കഴിച്ച, ഉച്ചക്ക് ബ്രെഡ്, വൈകുന്നേരം ബ്രെഡ്. അതും കൊള്ളൂല അല്ലേ, ബ്രെഡ് കൊള്ളൂല അല്ലേ. 3 പീസാ രാവിലെ, ഉച്ചക്ക് 3 പീസ് ബ്രെഡ്. പിന്നെ ഞാനിപ്പോ വെള്ളം കൊറേ കുടിക്കുന്നുണ്ട്. ഇതെന്റെ വെള്ളം. നമ്മള് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥ. എനിക്കിപ്പോ ഇതെന്റെ വെള്ളവാ. ഇതിനകത്ത് എത്ര കുപ്പി കുടിക്കുന്നു ഞാൻ അളവ്. ഈ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് കൊണ്ടുപോകാൻ എനിക്ക് ഒത്തിരി കഴിക്കാൻ പറ്റുന്നില്ല. കാണാമല്ലേ, ചിലപ്പോ ഒരു ബീഫ് കറി ഒരു സ്പൂൺ ഇടാറില്ല ഞാൻ പറയാറുണ്ട്. അങ്ങോട്ട് നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് കഴിക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കിയാലോ അത് പിന്നെ എന്നാലും ഒരു കറിയൊക്കെ കഴിക്കും. എന്നാലും എനിക്ക് ബീഫ് കറി വെച്ച് വെന്ത് പോയി, അതുകൊണ്ട് ഈ വലിയ അത് എന്നാ പറ്റിയെന്ന് വെച്ചാൽ നമ്മള് 4 പ്രാവശ്യം അടിച്ചു കുക്കറിൽ അടിച്ചു കഴിഞ്ഞ് പിന്നെ വെച്ചോണ്ടിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ കുറച്ചാണ് പറ്റിയത്. ഇപ്പൊ സത്യത്തിൽ ഞങ്ങൾ അടുക്കളയിൽ ഇരിക്കുന്ന വെച്ചാൽ എനിക്ക് ഇച്ചിരി ചോറുണ്ണ, അതിന് വേണ്ടി ഞാൻ ഇച്ചിരി മീൻ വറുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. മത്തി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുക, മസാലയൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ ഇരുന്നത് അതെടുത്ത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. അതും കൂട്ടി ഇച്ചിരി ചോറ് കൊണ്ടിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി തീർക്കും ഇന്നത്തെ. പിന്നെ എനിക്ക് നാളെ രാവിലത്തെ കറി ഉണ്ടാക്കാനായിട്ട് 4 വാഴക്കൂമ്പ് എവിടെ നിരന്നിരിക്കുന്നുണ്ട്. അറിഞ്ഞൂടാ, ദോ ഇരിക്കുന്നു 4 വാഴക്കൂമ്പ് അവിടെ നിരന്നിരിക്കുന്നുണ്ട്. അതിലൊരു വാഴക്കൂമ്പ് എടുത്ത് ഞാൻ അരിഞ്ഞു വെക്കും. എന്നിട്ട് ഇച്ചിരി പയറുകളെ വെള്ളത്തിയിട്ട് വെച്ചാ കുക്കറിന് പയറ് കുക്കറിൽ വേവിക്കും ഞാൻ. ചെറുപയറാ തന്നെ തന്നെ തിന്നെ. എന്നാ നാളെ രാവിലെ പുട്ടുണ്ടാക്കാം. പുട്ടും ചെറുപയറും. നാളെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. ഇടിയപ്പാണോ? ഇടിയപ്പം ചെറുപയർ. ചെറുപയർ ഇച്ചിരി കൂടുതൽ അത് കഴിച്ച് തേങ്ങ അരഞ്ഞ് വെച്ച് ഇത് കടുവും അങ്ങ് ഇട്ട പൊട്ടിച്ചങ്ങിട്ടാൽ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഈ ചെറുപയർ ഇപ്പോഴും അതാണ് നല്ലത്. തേങ്ങ എന്തെങ്കിലും ഇടുവാണ് ഏറ്റവും നല്ലത്. മറ്റേ കണ്ണേക്കാളും നല്ലത്, അരച്ച് എണ്ണക്കാളും നല്ലത് ഇതാണ്, ടേസ്റ്റ് കൂടും. അപ്പൊ പുട്ടിന്റെ കൂടെ അത് ഇട്ട അല്ല ഇടിയപ്പത്തിന്റെ കൂടെ എന്ത് ഇട്ട് അങ്ങ് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാന്ന് പറയും. അല്ല ഞാൻ പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ടാ. ഞാനിപ്പോ ഞാൻ ഓർക്കണ എന്നാന്നറിയാവോ, ഞാൻ ഈ ലേറ്റ് ആയിട്ട് ഫുഡും കഴിച്ചേക്കൊണ്ട് രാവിലെ എഴുന്നേക്കാനും മടിയും വരുവാ. പിന്നെ പണ്ടൊക്കെ ഞാൻ നേരത്തെ കിടക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേക്കുമായിരുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വിറകടപ്പിലാ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കോളേജിൽ പോയിക്കൊണ്ടിരുന്നേ. ഇപ്പൊ അതല്ല, ഇപ്പൊ ഈ ഇതുണ്ട് ഒരു മടിയായി തുടങ്ങിയിട്ടുണ്ട്. മടി അത് ലേറ്റ് ആയി പോവാ ചേട്ടാ. ഞാൻ 10 മണിയാകുമ്പോ ഉറങ്ങുമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇവിടെ ലേറ്റ് ആയി പോലെ അവള് 11 12 ഒക്കെ ആവും. അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ വന്ന് ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയും. കിടക്കുമ്പോ ലേറ്റ് ആവണുണ്ട്. നേരത്തെയൊക്കെ എന്റെ വീഡിയോയിൽ ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 4 മണിക്ക് തന്നെ എഴുന്നേക്കും. എന്നിട്ട് എല്ലാവരും പറയും എന്തിനാ 4 മണിക്ക് എഴുന്നേക്കുന്നത്, 5 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റാ പോരെ, എന്നിട്ട് ജോലി പെട്ടെന്ന് തീരൂലെന്ന്. 2 മണിക്കൂർ അടുക്കളയിൽ എന്താണേലും 2 മണിക്കൂർ നിൽക്കണം അല്ലേ? ഗ്യാസ് ഉണ്ടെങ്കിലും 2 മണിക്കൂറത്തെ ജോലി കാണും അടുക്കള. അല്ല ഒരു കാര്യമുണ്ട്, 2 മണിക്കൂറത്തെ ജോലി വേണമെന്ന് നമ്മള് തലേദിവസം അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അരി നമുക്ക് നാളെ അടുപ്പിലൊക്കെ വിറകുണ്ടോ? വേണ്ട, നമുക്ക് അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം പറയാം. നമ്മള് നാളെ രാവിലത്തേക്കുള്ള അരി
തിളപ്പിച്ച് വെള്ളം കൂട്ടി വെക്കണം. വെള്ളം കുറയ്ക്കരുത്. നമ്മൾ ഈ രാവിലെ അരിയുടെ അളവ് കുറയ്ക്കേണ്ട വരും. അരിയുടെ അളവ് കുറയ്ക്കണം. അപ്പം ഞാൻ പറയാം രാവിലത്തേക്ക് ആവശ്യത്തിന് മതി. അപ്പം എന്നാ അറിയാം എപ്പോഴും ചൂടായിരിക്കും. അപ്പോൾ ഈ ഇത് ഊറ്റുമ്പോൾ നമ്മൾ രാവിലെ ഊറ്റുമ്പോഴേക്ക് ഇരിക്കും. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് കൂട്ടി കഴിയുമ്പോഴുള്ള വെള്ളം ഇല്ല. പട്ടിക്കും നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഉണ്ടാകും. അല്ല പിന്നെ രണ്ടാമത് വെച്ചാൽ മതിയല്ലോ. രാവിലെ ഇച്ചോടെ വെച്ചിട്ട് പോയാൽ മതി. അപ്പൊ അങ്ങനത്തെ 1 മണിയാകുമ്പോഴത്തേക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് പണിത് കൊടുക്കാൻ ആവും. അപ്പൊ എന്താണെന്നറിയോ നമുക്ക് ഈ ഗ്യാസ് ലാഭമുണ്ട്, പണി എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ കറി നോക്കിച്ചാൽ മതി രാവിലെ ആയിട്ടുള്ളത്. ഇപ്പൊ ഇത് 2.5 ഗ്ലാസ് അല്ല 2.5 നാളിൽ ഇടണേ. 2.5 അത് 1.5 ഇട്ടാൽ മതി. 1.5 ഇട്ടാൽ രാവിലെ കൊണ്ടാവുണ്ടല്ലോ. ഇച്ചിരി കൊണ്ടുപോകും, കുറച്ച് കൊണ്ടുപോകും. അപ്പൊ അന്നാലും ഉണ്ടല്ലോ വേറെ ആരും രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, ചോറ് കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ കിട്ടും. അപ്പൊ രാവിലെ ആ ചോറ് വാങ്ങി ഇച്ചിരി തിളപ്പിച്ചാൽ വെച്ചാൽ മതി. അപ്പൊ എന്നെ ഗുണമെന്നറിയോ ഈ വെള്ളം കാണും. വെള്ളത്തിനോട് കൂടി ഊറ്റുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഭയങ്കരമായ വെട്ടം വണ്ടി അവിടെ നിന്ന് പോകാനാണ്. ഇത്രയും വെട്ടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് വലിയ വണ്ടി വരുമ്പോ അങ്ങനെ വരും. അതൊക്കെ നമുക്കറിയാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ കറി പിന്നെ രാവിലെ വെച്ചാൽ മതി. കറി ഒരു തോരനോ ഒരു ചാറോ എന്തെങ്കിലും വെച്ചാൽ മതി. ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പത്തിന് ചെറുപയർ ഉണ്ടാക്കട്ടെ. അപ്പത്തിന് ചെറുപയർ നമ്മൾ കഴിച്ചില്ലേ നാളെ തട്ടുകടയിൽ നിന്ന്. അതുപോലെ ഇടിയപ്പത്തിന് ചെറുപയർ നല്ലതായിരിക്കില്ലേ? ചെറുപയറാ വേണമെങ്കിൽ തേങ്ങ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കാം. ചാറിന് വേണമെങ്കിൽ ചാറ് കറി അല്ലെങ്കിൽ വാഴക്കക്കറി ഉണ്ടാക്കാമല്ലോ ചാറിന്. ചേട്ടനാണ് ചോറിന് ഇച്ചിരി ചാറ് കറി വേണം. നമുക്ക് പണി എളുപ്പം കിട്ടും. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വിറകടുപ്പ് കത്തിച്ച് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റ് എന്നും തന്നെ ദോശയായിരിക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ദോശയായിരിക്കും. ഗോതമ്പ് ദോശ മിക്കവാറും ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ മീൻകറി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒത്തിരി പച്ചക്കറി അതിൽ മെഴുക്ക് വരട്ടിയോ പിന്നെ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ. പഴയ വീഡിയോ കാണുന്നവർക്കറിയാം ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ. ഇനി ഒരു കാര്യം ഇനി നമുക്ക് മീൻ മേടിക്കും. ഇങ്ങനെ ചെറിയ മീൻ മേടിച്ച് കഴിക്കാം. അങ്ങനെയുള്ള മത്തിയൊക്കെ മേടിച്ച് മത്തി നല്ല ശരീരത്തിന് നല്ലതാണ്. ഈ കഷ്ണം മേടിക്കുന്നതിനേക്കാൾ നല്ല ഈ മത്തിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നല്ലതാണ്. പക്ഷെ ഒഴുക നല്ലതാണ്. വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. നല്ല ഇതാണ്. പക്ഷെ ഈ വറക്കുമ്പോഴാണ് ഏറ്റവും മത്തി കറി വെച്ചാൽ നല്ലതല്ലേ. പുളി കുത്തി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷെ കോളേജിൽ കൊണ്ടാൻ പറ്റില്ല. വീട്ടിലൊക്കെ കഴിക്കാൻ നമുക്ക് കുഴപ്പമില്ല. എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ കീക്കി ഉണ്ടല്ലോ പണ്ടങ്ങാണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഇച്ചിരി കീക്കി വന്നു. ലോ ഒന്നും അല്ല, ഹൈയാ. ആ BP മെഷീൻ ഞാൻ നോക്കുമ്പോ കറക്റ്റാ. ചേട്ടൻ നോക്കുമ്പോ BP എടുത്ത് കാണുന്ന പോലും ഇല്ല. BP മെഷീൻ അതീതമാണ്. അതെ BP ഇല്ലാത്തോണ്ടാണ് മെഷീൻ പറക്കാത്ത. പിന്നെ BP വരണ്ടേ. എനിക്ക് BP ഇല്ലാത്ത മെഷീൻ വർക്കാവോ? എനിക്ക് എന്നാണെങ്കിലും BP 120 കയറുമല്ലോ ഒരിക്കലും. അതാണ് രണ്ടാമത്തെ 660 നിൽക്കുന്നത്. എനിക്ക് 120-80 വേണ്ടേ. അതാണ് സാധാരണ നോർമൽ. അതിന്റെ താഴേക്ക് കുഴപ്പമില്ല. അതിന്റെ 150 മുകളിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ എണീറ്റ് പോയി കേസ്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എന്റെ മത്തിയുടെ കാര്യം നോക്കട്ടെ. അപ്പൊ എന്റെ മീൻ ഞാൻ മറിച്ചിട്ടു. വൈകുന്നേരം ഭയങ്കര വെള്ളടി കേട്ടോ. ഒരു രക്ഷയില്ല. പിടിച്ചപ്പോഴത്തേക്ക് കിട്ടുന്നില്ല. ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടണ്ട. ഞാൻ പോലും ഇങ്ങനെ വെള്ളം അടിക്കില്ല. ചുമ്മാ ഇങ്ങനെ അടിക്കണം. ഈ കുപ്പി തീരുന്നാണ് എന്റെ കണക്ക്. ഇന്ന് പകല് ഇതിനൊരു കുപ്പി തീർന്നു. ഇത് നാളെ രാവിലത്തേക്ക് തീർക്കും. അല്ലല്ല, ഞാനിപ്പോ തീർക്കും. ഞാനിപ്പോ തീർക്കും. എപ്പോ തീർക്കും? ഇപ്പൊ തന്നെ തീർക്കും. എനിക്കറിയാൻ മാത്രം അറിയാം.
ചുമ്മാ പറയാ. പണ്ടൊക്കെ ഞാൻ ഇതിലെ പോകുമ്പോ ഈ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, ചേട്ടനോട് മിണ്ടൂന്നോ ഈ അടുക്കളയിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇതേ ഇതൊക്കെ മോളിയൊക്കെ പുള്ളിയുടെ ഒരു ഇതാണ്, കളിയാണ്. അല്ല നമ്മളെ കളിയല്ല, പുള്ളിയാണ് തീരുമാനിക്കുന്നത്, പുള്ളിയാണ് കളിപ്പിക്കുന്നത്. കളിക്കണമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും അടിക്കണം. ഞാൻ എന്തോ ഒരു കറങ്ങി ചുറ്റി ഞാൻ ഈ നാട്ടിലെത്തി അവസാനം ചേട്ടന്റെ അടുത്ത് എത്തിയത്. അത് ഭയങ്കര കേട്ടോ, അത് ഭയങ്കര. അതാ പറഞ്ഞത്, പുള്ളി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, നീ അതിനെ വേണേ പൊക്കോ വേണേ, നിനക്ക് ഞാൻ ലാസ്റ്റ് ദിവസം തരും. ലാസ്റ്റ് കൊണ്ട് നിൽക്കും ഇവിടെ ജീവിച്ചിട്ട്. ഇഷ്ടപ്പെട്ടോ എന്നതാ ഈ മുറ്റത്ത് കൊണ്ടിട്ട്? ചേട്ടനോട് പറഞ്ഞു, ദൈവം നീ നോക്കിക്കോടാ ആ പെണ്ണിനെ, എനിക്കിത് നോക്കാൻ വയ്യ, ദൈവം എന്നെ കൊണ്ട് പടുത്ത് ചേട്ടൻ തലയിലേക്ക് വെച്ചത്. ഞാൻ നോക്കി നോക്കി പടുത്ത്, ഇനിയിപ്പോ നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ, നീ ഇനി ബാക്കി നോക്കിക്കോളാൻ പറഞ്ഞു. അല്ല, പുള്ളി നോക്കി നോക്കി മടുത്ത് കൊടുത്ത് 6 സ്ഥലത്ത് കൊണ്ടിട്ടു. അവിടെ ലാസ്റ്റ് ഇവിടെ കൊപ്പാലത്ത് അമ്പലത്തിന്റെ അപ്പുറം കൊണ്ടിട്ടു. അപ്പൊ അവിടെ പുള്ളി മടുത്തു, മോളിൽ പുള്ളി മടുത്തു പോയി. മടുത്ത് ഇങ്ങനെ സത്യമാട്ടോ, ദൈവം ഏറ്റവും കൂടുതൽ മടുത്തത് തന്നെ ആ വീട്ടിൽ കൊണ്ടിട്ടപ്പോഴായിരിക്കും. എന്നും എനിക്ക് പരാതി ഉണ്ടായിരുന്നു. ആ വീട്ടിലായിരുന്നു. ഞാൻ ഇത്രയും വാടക വീട്ടിലൊക്കെ മാറി താമസിച്ചെങ്കിലും ഇല്ലേ, അത് പിന്നെ ഇങ്ങനെ വേറെ കാരണം കൊണ്ടൊന്നും അല്ല മാറേണ്ട വന്നത്. ഒരു വീട്ടില് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന സമയത്ത് അമ്മ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു, ഞാൻ ഗ്ലോബലിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് മരിച്ചത്. അപ്പം അത് മരിച്ചത് കൊണ്ട് പിന്നെ അത് ഒത്തിരി ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു വീടും അടുത്ത് പരിസരത്ത് ആരുമില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോന്നു, വണ്ടവറ്റത്തിന് പോന്നു. അവിടെ നിന്ന് നേരെ വണ്ടവറ്റത്തിന് വന്നേ. വണ്ടവറ്റത്ത് വന്നിട്ട് ഒരു വീട്ടിൽ താമസിച്ചപ്പോഴാണ് അമ്മച്ചിക്ക് ക്യാൻസറൊക്കെ വന്നത്. അപ്പം അമ്മച്ചിക്ക് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഒരു ഇല്ലം പോലുള്ളൊരു വീടൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു അവിടെ അത്ര നല്ലതല്ല, അത്ര പഴകിയ ഒരു വീടൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എരുവാലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് മാറിയത്. അവിടെ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ വയറിങ് എല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു കൊല്ലം കഷ്ടേ അവിടെ കിടന്നുള്ളൂ. അവിടെ ആ ഹൗസ് ഓണറാണെങ്കിൽ അവിടെ ഇല്ലാച്ചേട്ടൻ ബോംബെയിലായിരുന്നു. അപ്പം എപ്പോഴും ബൾബ് വാങ്ങിയിടലായിരുന്നു സ്ഥിരം പരിപാടി. അപ്പം ഇവനെ കൊണ്ട് പോകും, ഇവൻ കൊച്ചല്ലേ, ബൾബ് വാങ്ങാൻ പോകും. അപ്പം എന്നിട്ട് അതിൽ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഇവനോട് പിടിച്ചെന്ന് സിഗരറ്റ് വലിച്ചു എന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവന് കോലുമിഠായി വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞെറുക്കുറ്റിയിലേക്ക് വരുന്നത്. ഞെറുക്കുറ്റിയിലേക്ക് വന്നിട്ട് പിന്നെ ഇവനെ ഈ നിർമ്മലയിൽ കൊണ്ട് ചേർത്തു. പിന്നെ അപ്പം ഈ സ്കൂളിലേക്ക് വിടാനുള്ള എളുപ്പത്തിനും ഒക്കെ വേണ്ടിയിട്ടും പിന്നെ ആ വീടും അവിടെ പോയായിരുന്നു. അവർക്ക് മെയിൻ്റനൻസ് ചെയ്യണമൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് മാറി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നോ ഇവിടുത്തെ ബഹളങ്ങൾ. ഇനിയിപ്പം ഞാൻ യൂട്യൂബിലൊന്നും പറയണില്ല, കാരണം എല്ലാവർക്കും അന്ന് എനിക്ക് ചാനലുള്ള സമയം, ചാനലിൽ ഞാൻ ആക്റ്റീവായ സമയമാണ്. പക്ഷേ ഞെറുക്കുറ്റി താമസിച്ചപ്പോൾ എനിക്ക് ചാനലുണ്ടെങ്കിലും ഞാനങ്ങനെ വീഡിയോയിലൊന്നും ഇടാറില്ല. എഡ്യൂക്കേഷൻ വീഡിയോ പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇട്ടിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ആ വീട്ടിൽ നിന്നൊന്ന് ചാടിക്കാമെന്ന് നോക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച. അപ്പം അവിടെ കിടന്ന് നക്ഷത്രം എണ്ണി കഴിഞ്ഞപ്പോൾ ഈ ഹൗസ് ഓണർ ആ ചേട്ടൻ നല്ലതായതുകൊണ്ട് മാത്രം എന്ന് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണോ അന്ന് മാറിയാൽ മതി എന്ന് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു. ആ ചേട്ടൻ ആ ചേച്ചി നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഞാൻ 3-4 വർഷം അവിടെ താമസിച്ചത്. അപ്പം ഏറ്റവും കൂടുതൽ ദൈവം പരാതി കേട്ടിട്ടുള്ളത് എപ്പോഴും മുതലക്കടം പള്ളി പോയി ഞാൻ പരാതി പറയുമായിരുന്നു. കരയുമായിരുന്നു ഞാൻ. എന്നാ അന്നേരം ചേട്ടൻ്റെ തലയിൽ ദൈവം എന്നെ വെച്ചു കൊടുത്തത്. ഞാൻ മടുത്ത്, ജാക്സ മോനെ ഞാൻ മടുത്ത്, ഇനി നീ സഹിച്ചോ, അതിനെ ഞാൻ സഹിച്ചു മടുത്തത് പറഞ്ഞു. അല്ല ദോഷമല്ല, 4 വർഷം ഇവിടെ കിടന്നിട്ട് ഞാൻ അറിഞ്ഞിട്ട് അറിയില്ല, എനിക്കറിയില്ല ഇവിടെ കിടക്കുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്ക് ഞാൻ വെളിയിലൊക്കെ ഇറങ്ങാറില്ല, വല്ല ഓട്ടോയും വിളിച്ച് പുറത്ത് പോയി, ജോലിയില്ലായിരുന്നല്ലോ. അല്ല ഓട്ടോറിക്ഷ എങ്ങനെയായാലും ശരി, ഞാൻ അതിനെ പോകാറുണ്ട്, വണ്ടി കൊണ്ട് പോകാറുണ്ടല്ലോ.
അതിന് ഞാൻ അത് കിടക്കാം. ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് പോലും നമുക്കറിയാമോ. ഞാനാ മുറിക്കകത്ത 4 ചുവരിനകത്തിരിക്കും. കൂടിപ്പോയ പെരപ്പുറത്ത് കയറി തുണിയൊന്നും ഇടും. മുറ്റമൊന്നും അടിക്കാൻ വേണ്ടി ഇറങ്ങും. അല്ലാതെ ഞാൻ ആ റോട്ടിൽ പോലും അയൽക്കത്തൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു. പിന്നെ പള്ളിയിൽ പോകുന്ന ഇടയ്ക്കിടയ്ക്കല്ലേ? പള്ളിയിൽ ഞായറാഴ്ച മൂലക്കടം പള്ളിയിൽ ഇതിലേ പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ ഞാൻ 6:15 ബസ്സിന് പോകാൻ 6:30 ബസ്സിന് പോകാൻ വേണ്ടി പോകുമ്പോ ചേട്ടൻ 6 മണിക്ക് പള്ളി പോകൂല്ലോ. 5:30 ബസ് 5:30 ഞാൻ 5:45 കുർബാനയ്ക്ക് ആ ചേട്ടൻ എന്നെ കാണുന്നില്ലല്ലോ. ഞായറാഴ്ച കുർബാന ഒരു ദിവസം ഞാൻ ചേട്ടനെ കണ്ട് ആ സമയത്ത്. അല്ല ഒരു ഓശാന ഞായറാഴ്ച ആണ്. ഒരു ഏതോ ഒരു ദിവസം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ ലേറ്റ് ആയിട്ടാ വന്നേ. അന്നേരം തിരിച്ചു വരുമ്പോ ചേട്ടൻ കാർ ഓടിച്ചോണ്ട് ഓടി വന്ന് ഇങ്ങോട്ട് കയറി. എന്നിട്ട് ചേട്ടൻ ഇപ്പൊ തുണിയെടുത്ത് വീടിന്റെ മുകളിലേക്ക് ഓർമ്മ കണ്ടു. എന്നിട്ട് പെടുപെടുപെടുപെടൂന്ന് വിരിച്ച് നടക്കുക. ആ മുണ്ട് എനിക്ക് അതിൽ കൊടുക്കാറില്ലല്ലോ. ഭയങ്കര നീളമുള്ളൊരു ചുരുണ്ട മുണ്ട്. ആ എന്റെ അത് കൊടുക്കാറില്ല. ആ ഒരു ഇത് വരയുണ്ടല്ലേ, അതൊക്കെ പോയി. അതേലും പോയി ഒരു മുണ്ട് പഠിച്ച ഇത്ര കാലത്തിൽ കൂടുതൽ ആ മുണ്ടെടുക്കാണ്ട് ചേട്ടൻ മോളിൽ കൂടെ കയറി ഓടി കിടക്കണുണ്ട്. ഒരു വരയുള്ളത് വര. അന്ന് ചേട്ടന്റെ വണ്ടി പോകുമ്പോ ഞാനും ഇവനിങ്ങടെ ഇങ്ങോട്ട് കയ്യാലോ ഇങ്ങോട്ട് ഒതുങ്ങി നിന്ന്. ചേട്ടൻ എങ്ങോട്ടാ കയറണം എനിക്കറിയില്ലല്ലോ. നീ നോക്കിയ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് എനിക്കറിയില്ലോ. ഇത് എവിടെയുള്ളതെന്ന് എനിക്കറിയില്ലോ. നിങ്ങൾ വണ്ടി എടുക്കുന്നു, വണ്ടി പോയിരുന്നു വന്ന് ചേട്ടനെ കണ്ട പേടിയാവും. അന്ന് പേടിയാവുന്നു. ഈ നാട്ടിലുള്ള 25 വർഷമായിട്ട് ആരും എന്നെ പഠിച്ചിട്ടില്ല. പിന്നെ നീ മാത്രം പഠിച്ചത്. കണ്ടാ പേടിയാവുമായിരുന്നു. മൊട്ട തലയും മുഴുകാൻ താടി പേടിയാ. സത്യമായിട്ടും പേടിയാവായിരുന്നു. പിന്നെ ജോലിയൊക്കെ കിട്ടിയാൽ നീല ഇറക്കുമ്പോ ചേട്ടനെ കാണാറുണ്ട്. എന്നും കറക്റ്റ് ഏറ്റവും കോമഡിയാണ്. എന്നും കറക്റ്റ് ഞാൻ വന്ന സമയത്തായിരിക്കും ചേട്ടൻ വാതിൽ തുറക്കണം. പൊട്ടപ്പൊടാന്ന് ഒച്ച കേൾക്കും. വാതിൽ തുറക്കണം ഒച്ച. ആ കുറ്റി എടുക്കണേ. 7 മണി അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ ഏക്കും ഞാൻ 7:10 വാതിൽ തുറക്കുള്ളൂ. സത്യം പറ എന്നെ കണ്ടിട്ട് വാതിൽ തുറന്നു. പിന്നെ കുന്തം ഇടാണ്ടി രാവിലെ ഏറ്റ് അടുക്കള എന്തെങ്കിലും പണി ചെയ്യായിരിക്കും. അപ്പൊ എന്താ അന്നേരത്തിന് പിന്നെ ആ സമയം നമുക്കൊരു എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. ആ സമയമൊക്കെ തുറക്കണേ. അന്ന് നമ്മള് ഇവനുണ്ടായിരുന്നു. ഏതാ പ്രാണി ഉണ്ടായിരുന്നു. പ്രാണി അങ്ങനെ കരി ഇറക്കി വിടാൻ വേണ്ടി തുറക്കണേ. പിന്നെ ചേട്ടൻ പൂന്തോട്ടത്തിൽ ചാടി. അത് പിന്നെ രാവിലെ നമ്മളായിരുന്നു ചാടിയല്ലേ. അയ്യോ ഞാൻ ചേട്ടാ കേൾക്കാൻ സുഖം. അയ്യടിയേ ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. അന്ന് ഇതിനേക്കാളൊക്കെ പൂവുണ്ടായിരുന്നു. നിറച്ച് പൂവുണ്ടായിരുന്നു. ചേട്ടനൊരു തൊപ്പി വെച്ചിട്ട് അതിനകത്തോടെ കയറി ഇറക്കണം. അപ്പൊ അതിനകത്ത് നിറച്ച് കരിയില. ഞാൻ ഓർക്കും ഈ ചേട്ടന് കരിയിലെല്ലാം അടിച്ചു വരെ കത്തിച്ചേട്ടോ. പുല്ല് വളരാതിരിക്കെ കരിയില ഇട്ട് നടന്നത് എനിക്കറിയാവോ. അതെനിക്കറിയാം. പിന്നെ അത് വൃത്തികേടാ. വൃത്തികേടാ. വീടിന്റെ ഫ്രണ്ടില് കരിയില. കരിമണ്ണൂര് പള്ളിയാശുപത്രിയിൽ ആ പൂന്തോട്ടത്തിൽ പോയി നോക്കി. അത് ആശുപത്രി. ഇത് വീടാ. ആശുപത്രി വീടുമായിട്ട് വ്യത്യാസം തോന്നി. അതൊരു സ്ഥാപനമല്ല, അതൊരു വീടാ. ഇതൊരു വീടാ. ഇത് വീടാ. അത് ഹോസ്പിറ്റല്. അവർക്ക് വിശാലമായ മുറ്റം ഇങ്ങനെ കിടക്കും. ഇത് വീടിന്റെ മുമ്പിൽ കരിയില്ല. അതൊരു വൃത്തിയാടാ. ഇപ്പൊ എന്ത് രസമാ. ചേട്ടൻ പറിച്ചോളും. ഞാനിപ്പോ അല്ല ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഞാൻ കഴിക്കാൻ പോവാം. നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതത്തിൽ 2 ധ്രുവങ്ങളിലായി പോയവരെങ്ങനെയൊക്കെ ഒരുമിച്ചു. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഡിഫറൻറ്റാ അല്ലേ. എനിക്ക് സിനിമ കാണാൻ പോണ ഇഷ്ടം. ചേട്ടന് സിനിമയോട് വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെ എനിക്ക് കുറച്ചുകൂടെ വേറെ ലൈഫ്. ചേട്ടന് വേറെ ലൈഫ് ഇഷ്ടം. എൻ്റെ ഫുഡിന്റെ രീതി അല്ല ചേട്ടൻ്റെ ഫുഡിന്റെ രീതി. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഇങ്ങനെ പോകണം. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ച് നാളെ പോകാൻ പറ്റുള്ളൂ. മനസ്സിലാക്കി പോകുന്നു അല്ലേ. അങ്ങോട്ട് ചേട്ടൻ എൻ്റെ ഇഷ്ടത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ ചേട്ടൻ്റെ ഇഷ്ടത്തിലേക്ക് വരുന്നുണ്ട്. എക്സാമ്പിൾസ് ഫോർ കന്നിയിറച്ചി കഴിക്കൽ. കോഴി കടയിൽ മേടിക്കുന്ന കോഴി കഴിക്കില്ല.
വീട്ടിലെ കോഴി കഴിക്കില്ല. പക്ഷെ കടയിലെ കോഴി ഞാൻ വെച്ച് കൊടുത്താൽ കഴിക്കും, ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. പക്ഷെ പന്നി കഴിച്ചു, പോർക്ക് കഴിച്ചു എന്നാണ് ഇവിടെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മനസ്സിലാക്കി പോണത്. ആ ചേട്ടന് കാശ് പിന്നെ വന്നു. ഓടി ഇങ്ങനെ വിട്ടോണ്ടിരിക്കണം. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണേ. പ്രാണിയുടെ കുഞ്ഞാണ് ഈ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് എന്റെ കാലിൽ മാന്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്ക് ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.